ഹലോ ഗായ്സ്, നമ്മളിൽ പലർക്കും ജേർണലിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുണ്ടാവും. പക്ഷെ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, അതേപോലെ തന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയിട്ട് മാറ്റി വെച്ചാണവരുണ്ടല്ലേ. ഞാനൊരു 2 years ആയിട്ട് ജേർണലിംഗ് ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ ഒരു സിമ്പിൾ എവറിഡേ ജേർണലിംഗ് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരട്ടെ. ഞാൻ ജങ്ക് ജേർണലിംഗ് അല്ല ചെയ്യാറ്, എവറിഡേ ജേർണലിംഗ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു വീക്ക്ലി സ്പ്രെഡാണ് സെറ്റ് ചെയ്യാറ്. വീക്ക്ലി സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീക്കെൻഡിൽ നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് വേണ്ട 7 days സ്പ്രെഡ് ഓൾറെഡി റെഡിയാക്കി വെക്കുകയാണ് ചെയ്യാറ്. ഞാനൊരു പേജിൽ 2 സ്പ്രെഡായിട്ടാണ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേജിൽ ഒറ്റ ദിവസത്തെ സ്പ്രെഡായിട്ട് ചെയ്യാട്ടോ. ഞാൻ ജേർണലിംഗ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് മോർണിംഗിൽ ജേർണലിംഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ടു ഡു ലിസ്റ്റൊക്കെ എഴുതിയിട്ട്, പിന്നെ നൈറ്റാണ് അത് ഫുൾ കവർ ചെയ്യണതും ടു ഡു ലിസ്റ്റ് കോളംസ് ചെക്ക് ചെയ്യണതും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നതൊക്കെ നൈറ്റാട്ടോ. സിമ്പിളായിട്ടാണെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എവറിഡേ ഈ ജേർണലിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഇൻപുട്ട് എന്തായാലും കിട്ടും കേട്ടോ. അപ്പം ഞാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഡേയും ഡേറ്റും അതേപോലെ തന്നെ ഒരു ടു ഡു ലിസ്റ്റ് എന്നുള്ള ഹെഡിങ്ങും കൊടുത്തിട്ട് അത് ഹൈലൈറ്റ് ചെയ്യും. ദെൻ ജസ്റ്റ് ഗുഡ് മോർണിംഗ്, പിന്നെ നമ്മൾ അപ്പോൾ എന്തൊക്കെ നടന്നെന്നുള്ള ഒരു ചെറിയൊരു ഇതിൽ എഴുതിയിട്ട്, പിന്നെ ഒരു പോസിറ്റീവായിട്ട് ലെറ്റ്സ് ഗോ ടുഡേ എന്നൊക്കെ ഉള്ള ഒരു ഇത് എഴുതുകയാണ് ചെയ്യാറ്. ദെൻ നമ്മൾ ടു ഡു ലിസ്റ്റിൽ നമുക്ക് ഇന്ന് എന്തൊക്കെ ചെയ്യാനുണ്ടെന്നുള്ളത് ഓരോരോ ചെറിയ ചെറിയ കോളംസ് വരച്ചിട്ടാണ് എഴുതാറ്. അത് നമ്മൾ നൈറ്റ് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ ടിക്കും അല്ലെങ്കിൽ ക്രോസും ആണ് ചെയ്യാറ്. പിന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് നമ്മൾ എഴുതണ്ടിട്ടാ. അത് നമ്മൾ നൈറ്റ് നമുക്കൊന്ന് ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നിയ 1-2 കാര്യങ്ങൾ ചെയ്യാം. ഇത് ഭയങ്കര സിമ്പിളാണ്, പക്ഷേ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാട്ടാ. അപ്പം ഇങ്ങനെയാണ് ഞാൻ എവറിഡേ ചെയ്യാറ്. ഇപ്പം ഞാൻ പണ്ട് 2025 ചെയ്തേക്കുന്ന ജേർണലിംഗ് ആട്ടോ ഇത്. ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ബോക്സ് ഒന്നും ഞാൻ വരച്ചിട്ടില്ല, ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്തത്. നമുക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എല്ലാ ദിവസവും സെയിം എനർജി അല്ലായിരിക്കും, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പോൾ ലേസി ആയിട്ടുള്ള ഡേയ്സിലും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്താൽ മതി. ഞാൻ ഇതിവിടെ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കോളൊന്നും വരച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് എഴുതി പോയിട്ടുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എഴുതി പോയാൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. അപ്പം ബായ്.